ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. NRI ട്രേഡർ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ് വൃന്ദാവൻ എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ബിലീറ്റഡ് ക്രിസ്മസ് ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ ന്യൂ ഇയർ കൂടെ വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും വർഷം നന്നായി പോട്ടെ, ഇനി വരാൻ പോകുന്ന സമയങ്ങളൊക്കെ. അതേപോലെ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇനിയും വലിയ ഒരു ഹൈറ്റ്സിലേക്ക് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടാറ്റ പവറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, കംപ്ലീറ്റ് അനലൈസ് നടത്തിയിരുന്നു. അതിന് നിങ്ങൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നന്ദി അതിന്. അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്നത് FMCG സെക്ടറിനെ കുറിച്ചാണ്. FMCG സെക്ടറിൽ എന്ത് സംഭവിക്കുന്നു, ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടർ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ ക്വാർട്ടർ തൊട്ടേ FMCG സെക്ടറിലെ മൊത്തത്തിലെ ഒരു എല്ലാ കമ്പനീസും സൈഡ് വേസിലാണ് പോയിരിക്കുന്നത്. മൊത്തത്തിലൊരു 20-25% ക്രാഷ് തന്നെ ഓവറോൾ സെക്ടറിൽ തന്നെ ഉണ്ടായി. ഇതിൻ്റെ റീസൺ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ മൾട്ടിപ്പിൾ റീസൺ. ഒന്നാമെന്ന് വെച്ചാൽ നമ്മുടെ റഷ്യ യുക്രൈൻ വാർ കാരണമുണ്ടായിരുന്ന കമ്മോഡിറ്റി പ്രൈസിലുള്ള വ്യതിയാനങ്ങൾ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റി. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദാനി, വിൽമാർ പോലത്തെ കമ്പനികളും അതേപോലെ തന്നെ ബാക്കിയുള്ള എക്സ്പെക്റ്റഡ് എല്ലാ കമ്പനികളും നിങ്ങൾ താഴെ തന്നെ ഇപ്പോഴും ഉള്ളത്. അപ്പം ഇതേ രീതിയിൽ വാർ അഫക്റ്റ് ചെയ്തു. ദെൻ സെക്കൻഡ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ്റെ ഇഷ്യൂസ് ഇന്ത്യയിൽ പെരുകിയിരുന്നു. എന്ന് വെച്ചാൽ ആൾക്കാരുടെ സ്പെൻഡിങ് പവർ കുറഞ്ഞു എന്നുള്ള ഡാറ്റ പുറത്ത് വന്നിരുന്നു. GDP ഗ്രോത്തിൽ ഒരു സ്ലോനെസ് ഉണ്ടായിരുന്നു. ഫ്ലഡിൻ്റെ ഇഷ്യൂസ് വന്നിരുന്നു. സൗത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെന്നൈ ഭാഗങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയങ്ങൾ ഫ്ലഡിൽ തന്നെ ആയിരുന്നു ഈ ഒരു കഴിഞ്ഞ ക്വാർട്ടർ തന്നെ ഉണ്ടായിരുന്നത്. സോ ദീസ് ആർ ദ റീസൺ വൈ ഓൾ ദീസ് സെക്ടേഴ്സ് ഡിഡ് ഇൻ പെർഫോം വെൽ. ഈ ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ സപ്ലയറിൽ നമ്മുടെ ഈ കമ്പനി ഏതാണോ കമ്പനി ഈ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ഈ കമ്പനി സപ്ലയേഴ്സിന് പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നു. പക്ഷേ അവർക്കത് വിറ്റൊഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചേരും. നമ്മുടെ കോവിഡിൻ്റെ സമയത്തുണ്ടായ പോലെ തന്നെ, റൈറ്റ്. അപ്പോൾ ഫ്ലഡിൻ്റെ സമയത്താണെങ്കിലും ആൾക്കാർ പുറത്ത് വരണം സാധനങ്ങൾ വാങ്ങിക്കാൻ, എന്നാലേ അവർക്കത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പും അവിടെ വന്നിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാലാണ് ഈ ഒരു സെക്ടറെ ഇങ്ങനെ ഒരു സൈഡ് വേസിൽ ആയിപ്പോയത്, അതേപോലെ തന്നെ ക്രാഷ് ആയത്, റൈറ്റ്. പിന്നെ ഏറ്റവും അവസാനത്തെ മെയിൻ റീസൺ എന്താണ്? നമ്മുടെ മാർക്കറ്റ് ക്രാഷ് തന്നെയാണ്. ഓവറോൾ മാർക്കറ്റിൽ തന്നെ ക്രാഷ് ഉണ്ടായി. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ റീസൺ വൈ ദി സെക്ടർ ഡിഡ് ഇൻ പെർഫോം വെൽ സോ ഫാർ. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഇനി ഫർദർ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേമിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ 3 to 5% കൂടുതൽ ഒരു സ്റ്റോക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പോകാതിരിക്കുക. എന്ന് വെച്ചാൽ ഓവർ ഇൻവെസ്റ്റഡ് ആയി പോകാതിരിക്കുക ഒരേ സ്റ്റോക്കിൽ, ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യരുത്, കടം വാങ്ങി ട്രേഡ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ട്രേഡിംഗ്, F&O, ഇൻട്രാഡേ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്തിനെ ഇറോഡ് ചെയ്ത് കളയാനുള്ള കെൽപ്പുള്ള ഒരു ആയുധമാണ് ശരിക്കും പറഞ്ഞാൽ ഇൻട്രാഡേ, F&O എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾ ചെയ്യരുത്. ഞാൻ ചെയ്യാത്ത വ്യക്തിയാണ്. ഞാൻ ഇതിനോട് 1000% എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും അത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ ലോങ് ടേമിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ, ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഇക്വിറ്റി മാത്രമാണ് അതിന് ഏക വഴി, വേറെ ഒരു വഴിയും ഇല്ല. അടുത്തൊരു 3 വർഷത്തേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത പൈസ മാത്രമേ നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാവൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ഉണ്ടാവും ഇക്വിറ്റി ട്രേഡിംഗ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നിങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ വിത്ത് ദിസ് നോട്ട് നമുക്ക് ഇന്നത്തെ അനലൈസിങ് വീഡിയോ കാണാം. സോ അനലൈസിങ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്ന് ഇൻസ്റ്റാഗ്രാം പേജാണ്. അത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ടുള്ളത് വാട്സപ്പ് ചാനലാണ്. ഇവിടെ ഞാൻ ഡെയിലി ന്യൂസുകൾ, കാര്യങ്ങൾ, എന്തെങ്കിലും എനിക്കൊരു പ്രത്യേകത തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഈ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അവിടെ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. ഇത് അങ്ങനെ ഒരു ഗ്രൂപ്പേ അല്ല. ഇത് ഷെയറിങ്, നോളജ് ഷെയറിങ്ങിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഇനി ഓവറോൾ സെക്ടർ നമ്മൾ നോക്കുമ്പോൾ FMCG സെക്ടർ അതിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് ഏകദേശം 16-17% താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് FMCG ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഓവറോൾ സെക്ടറിൽ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ഇത് താഴേക്ക് വരാനുള്ള റീസൺ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. റഷ്യ യുക്രൈൻ വാർ, അതേപോലെ തന്നെ മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞല്ലേ. ഫ്ലഡിൻ്റെ ഇഷ്യൂസ്, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇഷ്യൂസ്, നമ്മുടെ ഇന്ത്യയിലെ GDP ഗ്രോത്തിൽ ഉണ്ടായ കുറവുകൾ, ഇതൊക്കെയാണ് റീസൺ എന്ന് പറയുന്നത്. സ്പെൻഡിങ് പവർ ആൾക്കാരുടെ കുറഞ്ഞു, ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഇതൊക്കെയാണ് റീസൺ ബേസിക്കലി, റൈറ്റ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 2 കമ്പനികളുണ്ട്. ഒന്ന് ഡാബർ എന്ന് പറയുന്ന ഈ കമ്പനിയാണ്.
ഡാബറിൻ്റെ ബിസിനസ് നമ്മൾ നോക്കുമ്പോൾ ഡാബർ ലാർജസ്റ്റ് ആയിട്ടുള്ള 4th ലാർജസ്റ്റ് FMCG കമ്പനിയാണ് ഇന്ത്യയിലെ. രണ്ടാമതായിട്ട് ഡാബർ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. ഡാബർ വേൾഡിലെ ആയുർവേദിക് ആൻഡ് ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ വരുമ്പോൾ വേൾഡിലെ ലാർജസ്റ്റ് കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ, റൈറ്റ്? അത് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ബിസിനസ് സെഗ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഓറൽ കെയറിലുണ്ട്, ഹെയർ ഓയിൽസിൻ്റെ പ്രൊഡക്റ്റിൽ ഇവരുണ്ട്, ഷാംപൂവിലുണ്ട്, ഹോം കെയറിലുണ്ട്, സ്കിൻ കെയറിലുണ്ട്. ഇങ്ങനത്തെ 5 ബിസിനസ് സെഗ്മെൻറ്റ് ഇവർക്കുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് വേറൊരു സെഗ്മെൻറ്റാണ്. അതിൽ നിന്ന് 31% റവന്യൂ അവർക്ക് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഹോം ആൻഡ് പേഴ്സണൽ കെയർ സെഗ്മെൻറ്റിൽ നിന്ന് 48% റവന്യൂ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുഡ് ആൻഡ് ബേവറേജ് സെഗ്മെൻറ്റിൽ നിന്ന് 20% റവന്യൂ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവരുടെ മേജർ ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള അക്വിസിഷൻ എന്ന് പറയുന്നത് ബാദ്ഷാ മസാലേനെ ഇവർ അക്വയർ ചെയ്തു. അതിൽ 51% അവർ ബാദ്ഷാനെ അക്വയർ ചെയ്തേക്കുന്നത്. ബാദ്ഷാ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ മസാല പോലത്തെ സ്പൈസസിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഏകദേശം 588 കോടി രൂപേൻ്റെ ഒരു ബ്രാൻഡാണ് ബാദ്ഷാ എന്ന് പറയുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പേഴ്സണലി എനിക്കറിയാം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവരുണ്ടാക്കുന്ന 20 പ്രൊഡക്റ്റുകൾ ബില്യൺ റുപ്പി ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. ബില്യൺ റുപ്പി എന്ന ക്ലബിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ ബ്രാൻഡുകൾ കുറേ ഉണ്ടെങ്കിലും ആ ബ്രാൻഡിൽ തന്നെ പെർട്ടിക്കുലർ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഡാബർ, ഹണി, അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ നോക്കുമ്പോൾ അതിൽ 20 പ്രൊഡക്റ്റുകൾ ഈ ഒരു റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. 100 തൊട്ട് 250 കോടി രൂപേൻ്റെ എന്താ പറയുക ടേൺ ഓവർ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാക്കി മാറിയിട്ടുണ്ട്, റൈറ്റ്? അതിൽ ഇവരുടെ ബ്രാൻഡുകൾ നമ്മൾ നോക്കുമ്പോൾ ഡാബർ, വാട്ടിക്ക, അതേപോലെ തന്നെ റിയൽ ജ്യൂസ്, റിയൽ, അതേപോലെ തന്നെ ഹാജ്മോല, പുതിൻഹാര, ഹണി ജ്യൂസ്, ലാൽ ടെയിൽ, ഡാബർ റെഡ് ടൂത്ത് പേസ്റ്റ്, അതേപോലെ തന്നെ ഡാബർ അംല, ഡാബർ ച്യവനപ്രാഷ് ആൻഡ് ഡാബർ ഹണി. ഇത്രയും പ്രൊഡക്റ്റുകൾ മെയിൻ മേജർ ബ്രാൻഡുകൾ ഇവർക്കുണ്ട്. പിന്നെ ഇവരുടെ 400ഓളം ടോട്ടൽ പ്രോഡക്റ്റ് കമ്പനി ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ 21ഓളം കാറ്റഗറീസ് ഉണ്ട്. അതിൽ തന്നെ 1000 SKUs കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഫുഡ് പ്രിൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഡാബറിന് ഇന്ത്യക്ക് പുറത്ത് ഏകദേശം 120 കൺട്രീസിൽ ഇവർ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അവിടെയൊക്കെ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രസൻസ് അവരുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ ഏഷ്യയിൽ നിന്ന് 22% റവന്യൂ വരുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് 16% റവന്യൂ, യൂറോപ്പിൽ നിന്ന് 12%, ആഫ്രിക്കയിൽ നിന്ന് 24%, മിഡിൽ ഈസ്റ്റിൽ നിന്ന് 26%. ഇങ്ങനെയാണ് ഇവരുടെ ഓവർസീസ് ഫുട് പ്രിൻറ്റും അതിൽ നിന്ന് വരുന്ന റവന്യൂ. ഡാബറിന് ഇന്ത്യയിൽ മാത്രം 14 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ട്. അതിൽ തന്നെ ബാക്കി ഇന്ത്യക്ക് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 രാജ്യങ്ങളിലായിട്ട് 8 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഡാബറിനുണ്ട്. അതിൽ നൈജീരിയ, സൗത്ത് ആഫ്രിക്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, ടർക്കി, ശ്രീലങ്ക, ഇവിടെ നിന്നൊക്കെ ഇവരുടെ മാനുഫാക്ചറിങ് വർക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡാബറിന് ഇപ്പോൾ 7 മില്യൺ 70 ലക്ഷത്തിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആയി കഴിഞ്ഞു. ഇന്ത്യയിലെ ഏകദേശം 22,000ഓളം പുതിയ വില്ലേജസിൽ ഇവരുടെ ഫുട് പ്രിന്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിൽ ഇവരുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള വില്ലേജസിൻ്റെ എണ്ണം മാത്രം നമ്മൾ നോക്കുമ്പോൾ 1,22,500 വില്ലേജുകളിൽ ഇവരെത്തിയിട്ടുണ്ട്. ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിനെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ റീസെൻ്റ് ആയിട്ട് ജമ്മുവിൽ ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഹൈ സ്പീഡ് കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക് മാനുഫാക്ചറിങ് പ്ലാന്റ് ഇവർ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 18,000 ബോട്ടിൽസ് ആണ് പെർ അവർ അവിടെ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇൻഡോറിൽ പ്രൈമറി ഹൈ സ്പീഡ് PET ബോട്ടിൽ ഫില്ലിംഗ് ലൈൻ അവർക്കുണ്ട്. 36,000 ബോട്ടിൽസ് പെർ അവർ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ജർമ്മൻ മെയ്ഡ് ആയിട്ടുള്ള ഈ മെഷീനുകൾക്ക് ഉണ്ട്. സോ ബിസിനസ് നമ്മൾ നോക്കി മനസ്സിലാക്കി. ഇനി സെക്ടർ നമ്മൾ നോക്കണം. കാരണം ഞാൻ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ സെക്ടറിനെ കുറിച്ച് കുറച്ച് നെഗറ്റീവ് പോയിന്റ്സ് പറഞ്ഞു. ഇതൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദാറ്റ് ഈസ് വൈ സെക്ടർ ഇസ് കമ്മിങ് ഡൗൺ. അപ്പോൾ ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഗുണമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ സെക്ടറിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ ബൈ എൻഡ് ഓഫ് 2025 ദ ഇന്ത്യൻ FMCG ഇൻഡസ്ട്രി ഈസ് പ്രൊജക്റ്റഡ് ടു ഗ്രോ ഫ്രം $167 billion to $220 billion. 14.9% CAGRൽ ഇത് ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുഡ് പ്രോസസ്സിംഗ് സെക്ടർ നമ്മൾ നോക്കുമ്പോൾ $307 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടർ എന്ന് പറയുന്നത്. അത് 2028 ആകുമ്പോഴത്തേനും 9.5% CAGRൽ ഗ്രോ ചെയ്യാനുള്ള സാധ്യത, ഒരു $470 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിൻ്റെ ഗ്രോത്ത് ഇന്ത്യയിൽ ഭയങ്കര ഹ്യൂജ് ആണ്. ഇപ്പോൾ $83 ബില്യൺ ഒരു മാർക്കറ്റാണിത്. അത്
$2026 ആകുമ്പോഴത്തേനും $185 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെ 2030 ആകുമ്പോഴത്തേനും $350 ബില്യൺ ഇൻഡസ്ട്രി ആവാനുള്ള സാധ്യതയും അങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഗ്രോസറി മാർക്കറ്റ് $4540 മില്യൺ ഇൻഡസ്ട്രിയാണ്. അത് $76,760 മില്യൺ ഇൻഡസ്ട്രി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് 2032 ആകുമ്പോഴത്തേനും. CAGR 32ൻ്റെ ഒരു രീതിയിലാണ്, CAGRലാണ് ആ ഒരു മാർക്കറ്റ് ഗ്രോ ചെയ്യുക, ഇന്ത്യയിലെ ഗ്രോസറി മാർക്കറ്റ്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഓൺലൈൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഇ കോമേഴ്സ് മാർക്കറ്റ് കൂടുതൽ ഗ്രോ ചെയ്യുമെന്ന് ഞാൻ പറയുന്നു? ബിക്കോസ് റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരൻ മണിക്കൂറിൽ കൂടുതൽ സ്മാർട്ട് ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് സർവേ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫ്രീ വൈഫൈ ആണ് ബീഹാർ തുടങ്ങിയിട്ടുള്ള കുറേ സ്റ്റേറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആന്ധ്രയിൽ പല സ്ഥലങ്ങളിൽ ഫ്രീ ആയി തുടങ്ങി. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ആൻ ആവറേജ് അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്മാർട്ട് ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ നിന്ന് ഓൺലൈൻ ഓർഡർ ചെയ്യാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റഡി ഇങ്ങനെ വന്നിരിക്കുന്നത്. പ്ലസ് ഇന്ത്യൻ്റെ GDP കഴിഞ്ഞ ഫിസിക്കൽ ഇയറിൽ ഗ്രോ ആയത് 7.3% ആവറേജിലായിരുന്നു. അതിപ്പോൾ ഈ ഒരു ഫിസിക്കൽ ഇയർ ആയപ്പോഴത്തേനും, ഫൈനാൻഷ്യൽ ഇയർ ആയപ്പോഴത്തേനും അത് 5.4 അല്ലെങ്കിൽ 5.5 എന്ന റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻറ്റ് ഡിക്ലറേഷൻ ആണ് എക്കണോമിക് ആക്ടിവിറ്റിയിൽ, റൈറ്റ്? അപ്പോൾ അത് മാറും, തീർച്ചയായിട്ടും അത് മാറും. ഇത്ര നേരം നമ്മൾ നോക്കിയ സെക്ടോറിയൽ ഗ്രോത്തിൻ്റെ നമ്പേഴ്സ് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട വലിയൊരു ഇവൻ്റ് ഇനി വരാൻ പോവുകയാണ്. 2025 വരാൻ പോകുന്ന മഹാകുംഭമേള. അപ്പോൾ ഈ മഹാകുംഭ് എന്ന് പറഞ്ഞാൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രത്യേക ദിവസത്തിൽ ഹിന്ദുക്കളുടെ ഒരു ഭയങ്കര വലിയ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണത്. ഏകദേശം 40 കോടിക്ക് മുകളിൽ ജനങ്ങൾ ഇവിടെ വന്ന് താമസിച്ച്, അവിടെ പിന്നെ ഗംഗേൻ്റെയും യമുനേൻ്റെയൊക്കെ തീരത്ത് താമസിച്ച് അവിടെ ഇവർ ആ ഉത്സവത്തിൽ അവരുടെ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം, അല്ലേ? ദിവസമല്ല, ഒരു മാസം, 1.5 മാസത്തെ ഇവൻ്റാണിത്. ഓക്കെ, 45 കോടി ജനങ്ങളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇത് ഇത്രയും വലിയ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ഗംഗ, യമുന അതിൻ്റെയൊക്കെ തീരത്ത് ഒരുപാട് വലിയ വലിയ ടെമ്പററി സിറ്റീസാണ് UP ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കുന്നത്. ഏകദേശം 7,000 കോടി രൂപയാണ് ഇതുവരെ, 7,500 കോടി രൂപയാണ് UP ഗവൺമെൻറ് ഇതിനു വേണ്ടി മാത്രം ചിലവാക്കുന്നത്. അവിടുന്ന് അവർ പ്രതീക്ഷിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 25,000 കോടി രൂപയാണ് ഈ ഒരു മേള കൊണ്ട് മാത്രം അവർക്ക് റവന്യൂ അവരുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അഗെയിൻ 150-200% ഇവരുടെ. ഓക്കെ, അപ്പോൾ which is celebrated every 12 years, it is expected to give a big boost to the northern states economy. While it is a religious event, the Mela offers mega opportunities to businesses. അല്ലേ? Let's take a closer look. Mahakumbh Mela 2025 is bigger than ever. 4,000-ഓളം ഏക്കർ അവിടെ സ്പ്രെഡ് അക്രോസ് 4,000 ഏക്കേഴ്സിലാണ് ഈ സംഭവങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇൻ ഷോർട്ട് എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? 45 കോടി ജനങ്ങൾ അവിടെ വന്ന് താമസിക്കുമ്പോൾ ഇതേപോലത്തെ FMCG കമ്പനികൾക്ക് അവരുടെ പ്രൊഡക്റ്റിനെ അവിടെ ഓഫ്ലോഡ് ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ പ്രോബ്ലം ഫോർ ദം ടു ഓഫ്ലോഡ് ദിസ് മച്ച് പ്രോഡക്റ്റ്. 45 കോടി ജനങ്ങളെ ഒരേ സ്ഥലത്ത് അവർക്ക് കിട്ടുകയാണ്. അവരുടെ ഡെയിലി നീഡ്സിന് വേണ്ടിയിട്ട് അവർക്ക് പിന്നെ എന്താ പറയുക, ഇവർ 45 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരത്തില്ല, അവർക്ക് അവിടുന്ന് വാങ്ങുകയും ചെയ്യുള്ളൂ. അതിനുള്ള ഷോപ്പുകൾ ഇവരവിടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഈ UP ഗവൺമെൻറ് ഏകദേശം 7,500 കോടി രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അവരുണ്ടാക്കുന്നത്? ഈ ടെമ്പററി സിറ്റിയാണ്. ഇവിടെ നമ്മൾ കണ്ടില്ലേ, ടെമ്പററി സിറ്റിയാണ് അവരോട് ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ടെമ്പററി സിറ്റിക്കകത്ത് ചെറിയ ഷോപ്പുകൾ, വലിയ ഷോപ്പുകളൊക്കെ ഉണ്ടാവും, FMCG പ്രൊഡക്റ്റുകൾ മാത്രം വിൽക്കുന്ന. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ ഈ കമ്പനികൾക്കൊക്കെ അവരുടെ പ്രൊഡക്റ്റിനെ ഓഫ്ലോഡ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ ചെയ്ത് അവർ സെയിൽസിൽ ഗ്രോത്ത് വരുമ്പോഴത്തേനും അത് സമയമെടുക്കും. അടുത്ത ക്വാർട്ടറിൽ റിസൾട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ബിസിനസ് നമുക്ക് മനസ്സിലായി, സെക്ടർ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഞാൻ 2-3 കമ്പനികൾ വേറെയും പറയും, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവരുടെ പിന്നെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ സെയിൽസ് 2,818 കോടി. ഇതെങ്ങനെ ചെക്ക് ചെയ്യണം? സെപ്റ്റംബർ 2021 ആണെങ്കിൽ സെപ്റ്റംബർ 2022, സെപ്റ്റംബർ 2023 അങ്ങനെ ചെക്ക് ചെയ്യുക. അപ്പോൾ സെയിൽസ് 2,818 കോടി രൂപ, 2,986 കോടി രൂപ, 3,200 കോടി രൂപ, 3,029 കോടി രൂപ, ഇങ്ങനെ സെയിൽസ് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് 505 കോടി രൂപയിൽ തുടങ്ങി 491, 507, 418 കോടി രൂപ. കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സെയിൽസും അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു.
പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇങ്ങനെ ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ സെയിൽസ് 6140 കോടി രൂപയിൽ തുടങ്ങിയ സെയിൽസ് 12447 കോടി രൂപയായിട്ട് ഹയസ്റ്റ് എവർ സെയിൽസ് കമ്പനി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ മാർജിൻ കമ്പനീൻ്റെ 21% നിന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, 19% ആയിട്ടുണ്ട്. അതിന് റീസൺ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഇനിയും ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ടറിലെ ഡാറ്റയും നമ്മൾ നോക്കിക്കഴിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 766 കോടി രൂപയിൽ തുടങ്ങിയ നെറ്റ് പ്രോഫിറ്റ് 1811 കോടി രൂപ വരെ നെറ്റ് പ്രോഫിറ്റ് പോയതാണ് ലാസ്റ്റ് ഇയർ. ഇപ്പോൾ 1760 കോടി രൂപയായിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ റിസർവ് കമ്പനിയുടെ സ്വന്തം പൈസ നമ്മൾ നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഹയസ്റ്റ് എവർ റിസർവ് കമ്പനി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് 1752 കോടി രൂപ. കമ്പനിയുടെ ഫിക്സഡ് അസറ്റ് 1582 കോടി രൂപയിൽ തുടങ്ങിയ ഫിക്സഡ് അസറ്റ് ഇപ്പോൾ 3874 കോടി രൂപയായിട്ട് കമ്പനിയുടെ അടുത്ത് ഓപ്പറേഷണലായിട്ടുള്ള അസറ്റ് ഉണ്ട്. CWIP എന്ന് പറഞ്ഞാൽ കറന്റ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അത് 190 കോടി രൂപയായിട്ട് ഇപ്പോൾ ഉണ്ട്. കമ്പനിയുടെ പ്രൊമോട്ടറിന്റെ കയ്യിൽ 66% ഹോൾഡിംഗ് ഉണ്ട്. FISന്റെ കയ്യിൽ 15% ഉണ്ട്. DISന്റെ കയ്യിൽ 13% ഉണ്ട്. ഗവൺമെന്റിന്റെ കയ്യിൽ വലിയ ഒന്നുമില്ല. പബ്ലിക്കിന്റെ കയ്യിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 5.26%-ൽ നിന്ന് 5.7% ആയിട്ട് പബ്ലിക് അവരുടെ ഹോൾഡിങ്ങിനെ കുറച്ചിട്ടുണ്ട്. റീസൺ ഈസ് വെരി സിമ്പിൾ. കാരണം FIS ഇവിടെ 14.99%-ൽ നിന്ന് 15% ആയിട്ട് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പബ്ലിക് അവർ പാനിക് ആവുമ്പോൾ എന്തായാലും അവരുടെ ഹോൾഡിങ്സിന് അവർ സെല്ല് ചെയ്യും, അവർ മാറിപ്പോകും മാർക്കറ്റിൽ നിന്ന്. അങ്ങനെയാണ് ഇവരുടെ ഹോൾഡിംഗ് കുറഞ്ഞിരിക്കുന്നത്. ഡാബറിൻ്റെ ഷെയർ പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം കഴിഞ്ഞ 1800 ദിവസങ്ങളായിട്ട് ഒരേ റേഞ്ചിലാണ് ഈ ഷെയർ പ്രൈസ് ട്രേഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ കൺസോളിഡേറ്റ് ആവുകയാണ് ഒരുപാട് സമയങ്ങളായിട്ട്, അല്ലേ? അപ്പം ഇവിടെ വരുന്നൊരു തെളിഞ്ഞു വരുന്നൊരു ടെക്നിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു റേഞ്ച് ബൗണ്ട് പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. ആ റേഞ്ച് എന്ന് പറയുന്നത് ഈ റേഞ്ചാണ്, റൈറ്റ്? ഈ ഒരു റേഞ്ചിൽ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഒരുപാട് വട്ടം പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതൊരു റേഞ്ചാണ് ഇവിടെ, റൈറ്റ്? ഇത് രണ്ടാമത്തെ ഒരു റേഞ്ചാണ്. ഇതാ ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെ ഇവിടെ തീർന്നത്, അല്ലേ? ഇനി അവിടെ താഴെ വന്നിട്ട് പ്രൈസ് അവിടെ വന്നിട്ട് ഇനിയിപ്പോൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു എത്ര ശതമാനത്തിൻ്റെ ഗെയിൻ അവിടെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 22%-ൻ്റെ 25%-ൻ്റെ ഗെയിൻ ഇതിനകത്ത് ബാക്കിയുണ്ട്. ഇനി അത് തന്നെ അതിനിടെ ലൈഫ് ടൈം ഹൈ പ്രൈസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഇവിടുന്ന് ലൈഫ് ടൈം ഹൈ പ്രൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 30%-ൻ്റെ ഗെയിൻ കിട്ടാനുള്ള സാധ്യത അവിടെ നിന്നും കാണുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ പാറ്റേൺ ഉള്ളത്. ഇതേ രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഇമാമി, റൈറ്റ്? ഇമാമിയിൽ നമ്മൾ ട്രേഡ് എടുത്തതാണ് കഴിഞ്ഞ വട്ടം. അതേപോലെ തന്നെ ആ ട്രേഡിൽ നമ്മളിവിടെ എൻട്രി എടുത്തു. അവിടെ എൻട്രി എടുത്തതിന് ശേഷം എൻ്റെ ടാർഗറ്റ് നമ്മൾ വെച്ചിരുന്നത് ഏകദേശം ഈ ടാർഗറ്റാണ് ഞാൻ വെച്ചിരുന്നത്. 1061 ടാർഗറ്റാണ് ഞാൻ വെച്ചിരുന്നത്. സ്റ്റോക്ക് പ്രൈസ് നമ്മുടെ എൻട്രിക്ക് ശേഷം ഏകദേശം 41% പിന്നെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വന്നു. ഈ 41% മുകളിലേക്ക് പോയപ്പോൾ ഞാൻ എന്താ വിട്ടിറങ്ങിയോ? ഇല്ല, ഇറങ്ങിയിട്ടില്ല. ഞാൻ അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. എൻ്റെ ടാർഗറ്റ് ഞാൻ ഒരു വട്ടം ഫിക്സ് ആക്കി കഴിഞ്ഞാൽ ആ ടാർഗറ്റിൽ ഞാൻ ഇറങ്ങാറുള്ളൂ, നോ മാറ്റർ വാട്ട്. സ്റ്റോക്ക് പ്രൈസ് വേണമെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് വന്നാലും ഐ വിൽ ഹോൾഡ്, ഐ ഡോണ്ട് കെയർ, റൈറ്റ്? അങ്ങനെ എനിക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ എന്താ പറയുക ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുകയല്ല. നമ്മളൊരു വട്ടം ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യുക. ആ ടാർഗറ്റ് വരെയുള്ള ഏർണിങ്സിനെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ബേസിക്കലി, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് പ്രൈസ് വേണമെങ്കിൽ മുകളിലേക്ക് പോവാം, ദാറ്റ് ഇസ് ഓക്കെ, നോ പ്രോബ്ലം. എനിക്ക് ഈ സ്റ്റോക്കിൽ ഇവിടെ എൻട്രി ചെയ്തപ്പോഴും എനിക്ക് എൻ്റെ വ്യൂ എന്ന് പറയുന്നത് 3 വർഷമായിരുന്നു. ഓക്കെ, ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്തിട്ട് ഇപ്പോൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ദിവസമായി? 200 ദിവസങ്ങളായിട്ടുള്ളൂ, 1 വർഷം പോലും ആയിട്ടില്ല. ഇനി ഇത് ഇവിടുന്ന് റിക്കവറി ആയിട്ട് മുകളിലേക്ക് പോയാലും ഐ എം വെരി ഹാപ്പി ടു ഹോൾഡ് ദിസ് ഫോർ 78% ഗെയിൻ. അപ്പോൾ 2 പിന്നെ സ്റ്റോക്ക് നമ്മൾ സംസാരിച്ചു, ഒന്ന് ഡാബർ, ഒന്ന് ഇമാമി. ഇത് രണ്ടിലും നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക കാര്യങ്ങളെ അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. ബയോസെൽ റെക്കമെൻഡേഷൻ അല്ല ഒരിക്കലും. ഇത് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പോവാതിരിക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങനെ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് ബോധ്യം വരുന്നുണ്ടെങ്കിൽ മാത്രം, കൺവിക്ഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പ്ലസ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന മറ്റൊരു കമ്പനിയും കൂടിയാണ് കോൾഗേറ്റ്, റൈറ്റ്? കോൾഗേറ്റ് നമുക്ക് നോക്കാം. കോൾഗേറ്റും ഏകദേശം ഇതേ രീതിയിൽ ഇവിടെ നിൽക്കുന്ന കമ്പനിയാണ്, അല്ലേ? കോൾഗേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റേഞ്ചിൽ അത് വന്ന് നിൽക്കുന്നുണ്ട്. ഈ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ചെറിയ റേഞ്ചാണ്. സ്റ്റിൽ FISും DISും ഒക്കെ ഒരുപാട് ബൈ ചെയ്യുന്ന ഒരു റേഞ്ചാണ് ഇപ്പോഴത്തെ റേഞ്ച് എന്ന് പറയുന്നത്.
ആ റേഞ്ചിലേക്ക് ഇത് തിരിച്ച് എന്താ പറയുക, ഈ രീതിയിൽ ഇതാ 1 റൈറ്റ്, ഇവിടെ 2. അപ്പോൾ ആ രീതിയിൽ ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് 40% ഗെയിൻ കിട്ടാൻ ഇവിടുന്ന് സാധ്യതയുണ്ട്. അപ്പോൾ കോൾഗേറ്റും അങ്ങനെ ഞാൻ നോക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ്. റൈറ്റ്, HUL അനദർ കമ്പനി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, റൈറ്റ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറും ഓൾസോ സെയിം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 22% ഡൗൺഫോളിലാണ് കമ്പനി ഇപ്പോൾ ഉള്ളത്. ഇതേ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, എല്ലാം ഓക്കെ ആണെങ്കിൽ ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 29-30% ഒരു ഗെയിൻ അവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ FMCGയിൽ വരുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിൽ നമുക്ക് ഒരുപാട് കമ്പനികളെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ HUL, ഇമാമി, ഡാബർ, അതാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. യു ഡിസൈഡ്, റൈറ്റ്. വീഡിയോ ഇത്ര നേരം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വാല്യൂ കിട്ടിയെങ്കിൽ ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും പോകാനില്ല. പക്ഷേ നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് എത്ര കൂടുന്നോ അത്രയും കൂടുതൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്ത് യൂട്യൂബ് എത്തിക്കും. അങ്ങനെ എനിക്ക് ഈക്വിറ്റി ട്രേഡിംഗ് പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുകയും ചെയ്യും, റൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കമൻറ്റ് താഴെ പോസ്റ്റ് ചെയ്യുക. അതിപ്പോൾ XYZ നിങ്ങളുടെ തംസപ്പ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് എന്താണ് ഈ സ്റ്റോക്കിനെ കുറിച്ചിട്ട്, നിങ്ങൾ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു വിത്ത് അനദർ വൺ. ബൈ.